Hi everyone, welcome to Competitive Cracker. UGC Net Management Aspirants in a Competitive Cracker മറ്റൊരു ലെക്ചറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC Net മാനേജ്മെന്റിൽ ഇന്റർനാഷണൽ ബിസിനസ് ഏരിയയാണ്. ഇന്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ലെക്ചറുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് MCQs, കുറച്ച് PYQs. സോ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഏതൊക്കെ ഏരിയാസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ഈ ഒരു സെഷൻ്റെ എൻഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദി സിലബസ് നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ബിസിനസ്, മാനേജിംഗ് ബിസിനസ് ഇൻ ഗ്ലോബലൈസ്ഡ് ഇറ, ദെൻ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ബാലൻസ് ഓഫ് പേയ്മെന്റ്, foreign direct investment, benefits and cost, multilateral regulations of trade and investment under World Trade Organization, international trade procedures and documentation, exim policies, role of international financial institution, IMF and World Bank. ഇത്രയും ഏരിയാസ് ആണ് നമ്മളുടെ മാനേജ്മെന്റ് സിലബസ് പ്രകാരം പറയുന്നത്. സോ ഈ ഓരോ ഏരിയയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, കുറച്ച് MCQs നമുക്ക് കാണാം. ആദ്യമായി, which of the following is not a major factor influencing international trade? ഇന്റർനാഷണൽ ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലാത്ത ഇതാണ്. മേജർ ഫാക്ടർ അല്ലാത്തത് മേ ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്യപ്പെടാം, എന്നാൽ ഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗവൺമെന്റ് പോളിസീസ്, താരിഫ് കോട്ടാസ് ആൻഡ് സബ്സിഡീസ്, ദെൻ കൾച്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ ദി കൺട്രീസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ദി വെദർ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് പറയാം ഗവൺമെന്റ് പോളിസീസ്, താരിഫ് കോട്ട, സബ്സിഡീസ് പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഇന്റർനാഷണൽ ട്രേഡിനെ അഫക്റ്റ് ചെയ്യുകയാണ്. ഇമ്പോർട്ടിനെയും എക്സ്പോർട്ടിനെയും ഒക്കെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഇത് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. അതേപോലെ കൾച്ചറൽ ഡിഫറൻസ് ബിറ്റ്വീൻ കൺട്രീസ്, അഗെയിൻ ഡിഫറൻസ് വെച്ചുകൊണ്ട് തന്നെ ഇമ്പോർട്ടിലും എക്സ്പോർട്ടിലും ഇന്റർനാഷണൽ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ് കൺസംഷനിലൊക്കെ അത് ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ദെൻ ഈവൻ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എടുത്താൽ പോലും അതിലും ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, എഗെയിൻ ഇതും ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് എലമെന്റ് ഇൻ ട്രേഡ്. അതുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എലമെന്റ് തന്നെയാണ്. സോ അഫക്റ്റ് ചെയ്യില്ല, ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്ന് പറയുന്നത് വെദർ പാറ്റേൺസ് ആണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് പറയാവുന്നത്. ദി വെദർ ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ വെൻ ദർ ഇസ് എക്സ്ട്രീം വെദർ കണ്ടീഷൻസ് ഇൻഫ്ലുവൻസ് ചെയ്യാം. ഓക്കെ, വെദർ പാറ്റേൺസ് എന്ന് പറയുന്നത് നോർമൽ വെദർ പാറ്റേൺസ് ആണ്, ദാറ്റ് മേ നോട്ട് ഇൻഫ്ലുവൻസ്. എക്സ്ട്രീം കണ്ടീഷൻസ് ഒക്കെയാണ്, ഫ്ലഡ് ഒക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്റർനാഷണൽ ബിസിനസിനെ അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മൾ വിച്ച് മേ നോട്ട് ബി എ മേജർ ഫാക്ടർ എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, let me show you another question. A company that exports goods and services directly to foreign customers is engaged in. ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഏരിയ മനസ്സിലായല്ലോ. മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ് ആണ് ക്വസ്റ്റ്യൻ ഏരിയ. മോഡ്സ് ഓഫ് എൻട്രിയിൽ തന്നെ നമ്മൾ എക്സ്പോർട്ടിംഗ് ഒരു ബേസിക് മോഡാണ്. ദെൻ അതേപോലെ തന്നെ ഫ്രാഞ്ചൈസിങ്, ലൈസൻസിങ്, ജോയിന്റ് വെഞ്ചർ, കോൺട്രാക്ട് മാനുഫാക്ചറിങ് പോലുള്ള ഒരുപാട് എൻട്രി മോഡ്സ് ഉണ്ട്. അതിൽ തന്നെ ഏറ്റവും ബേസിക് എൻട്രി മോഡായിട്ടുള്ള എക്സ്പോർട്ടിങ്ങിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഡയറക്ട്ലി ഗീവൺ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റും സർവീസസും ഒരു ഫോറിൻ ബയ്യർക്ക് ഡയറക്ട്ലി എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ഡയറക്റ്റ് എക്സ്പോർട്ടിങ്. എൻ്റെ കൺസേൺ അതല്ല. സോ ദർ ഈസ് ആൻ ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ് ആസ് വെൽ. അത് ഓർക്കുക. ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഗുഡ്സ്, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മളുടെ ഗുഡ്സ് നമ്മളൊരു ഇൻ്റർമീഡിയറി വഴി ഫോറിൻ മാർക്കറ്റിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നമ്മളുടെ ഒരു ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ബി ലിമിറ്റഡ് വഴി ഫോറിൻ ബയ്യർ ആയിട്ടുള്ള സി ലിമിറ്റഡിലേക്ക് ഗുഡ്സ് എത്തിക്കുകയാണെങ്കിൽ അതിനെയാണ് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ദെൻ FDI, ലൈസൻസിങ് പോലുള്ള കൺസെപ്റ്റുകൾ ഓർക്കുക. ആൻഡ് വാട്ട് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്? ലൈസൻസിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മളുടെ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള അവകാശം മറ്റൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ലൈസൻസിങ് ആണ്. നമ്മളുടെ പേരിൽ, നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് നമ്മൾ മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുകയാണ്. ഫോറിൻ കമ്പനിക്ക് നമ്മൾ ഈ ഒരു അവകാശം കൊടുക്കുകയാണെങ്കിൽ അതിന് ലൈസൻസിങ് എന്ന് പറയും. അപ്പോൾ ഫ്രാഞ്ചൈസിങ്ങുമായിട്ട് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുക? ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെപ്റ്റിലുള്ള ഡിഫറൻസ് ഇതാണ്. നമ്മളുടെ ബിസിനസ് മോഡൽ അതേപടി തന്നെ റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള റൈറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഫ്രാഞ്ചൈസിങ് ആകുമ്പോൾ ഫ്രാഞ്ചൈസർക്ക് കൂടുതൽ പവർ കിട്ടുന്നുണ്ട്, ഫ്രാഞ്ചൈസി പ്രൊവൈഡ് ചെയ്ത ആൾക്കായാലും. സോ നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ ഒരു ഫ്രാഞ്ചൈസി റൺ ചെയ്യേണ്ടത്, റൈറ്റ്? നമ്മൾ പറയുന്ന രീതിയിൽ, നമ്മൾ പറയുന്ന ബിസിനസ് മോഡൽ ഫോളോ ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഔട്ട്ലെറ്റുകൾ ഡിസൈൻ ചെയ്തൊക്കെ
അതേപടി തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധം പറയാൻ സാധിക്കുന്നത് ഫ്രാഞ്ചൈസിങ്ങിലാണ്. വേറാസ് ലൈസൻസിങ് ആണെങ്കിൽ കൺട്രോൾ ലൂസാണ്, നമുക്ക് അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ദെൻ സോ ഇവിടെ നമ്മളുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് ആയിരുന്നു. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ദി ഇന്റർനാഷണൽ മോണിറ്ററി സിസ്റ്റം ദാറ്റ് റീപ്ലേസ്ഡ് ദി ബ്രിട്ടൻ വുഡ് സിസ്റ്റം ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ. സോ 1944 ടൈം ഫ്രെയിമിൽ, സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്ന 1945-ലാണ്. അതിനു മുമ്പ് സെക്കൻഡ് വേൾഡ് വാർ എൻഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ ബ്രിട്ടൻ വുഡിൽ ഒരു കോൺഫറൻസ് വരികയുണ്ടായി. അതായത് നമ്മളുടെ ഫേമസ് ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള XD വൈറ്റും അതേപോലെ കെയ്ൻസും കെയ്ൻസും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു ഇക്കണോമിക് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തു. ആ കോൺഫറൻസ് പ്രകാരം ഇനിയൊരു വാർ സംഭവിക്കാതിരിക്കണമെങ്കിൽ ബെറ്റർ ഇക്കണോമിക് റിലേഷൻസ് ഉണ്ടാകണമെന്ന് തീരുമാനിച്ചു. ആ ഇക്കണോമിക് റിലേഷൻസ് ബെറ്റർ ആകണമെങ്കിൽ ദർ മസ്റ്റ് ബി സം ഓർഗനൈസേഷൻസ് ടു. അങ്ങനെയാണ് അവർ IMF-ഉം വേൾഡ് ബാങ്കും ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ആ ഒരു കോൺഫറൻസിൻ്റെ ബ്രിട്ടൻ വുഡ് കോൺഫറൻസിൻ്റെ റിസൾട്ടായിട്ടാണ്. അതുകൂടാതെ ഇന്റർനാഷണൽ ട്രേഡിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്ചേഞ്ച് റേറ്റ് റെജീം കൂടി അവിടെ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. അതായത് ഒരു കറൻസിയെ മറ്റൊരു കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യണമല്ലോ. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ഇതിനു മുമ്പ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഗോൾഡ് സ്റ്റാൻഡേർഡ്, അതായത് നമ്മളുടെ കറൻസി നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എത്രയാണോ അതിനെ നമ്മൾ ഗോൾഡിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ ഗോൾഡ് ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡ് ചെയ്യുന്ന രീതിയാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. 1 റുപ്പിക്ക് അല്ലെങ്കിൽ 1 ഔൺസ് ഓഫ് ഗോൾഡിന് ഇന്ത്യൻ റുപ്പി 15 ആണെങ്കിൽ അതേ 1 ഔൺസ് ഓഫ് ഗോൾഡിന് അമേരിക്കൻ ഡോളർ $1 ആണെങ്കിൽ $1 is equal to 50 rupees എന്ന് പറയുന്നതാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് വേൾഡ് വാറിന് മുമ്പ് നിലനിന്നിരുന്ന അതാണ്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാർ ആയപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് അത്ര എഫിഷ്യൻ്റ് അല്ല എന്ന് മനസ്സിലാക്കി. അതിൻ്റെ റിസൾട്ടായിട്ട് നമ്മളുടെ കറൻസിയെ ആദ്യം ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യും. ദെൻ ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുന്ന ഒരു രീതിയാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം എന്ന് പറയുന്നത്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീം കണ്ടോ, ഇത് ഫോളോ ചെയ്തത് ഏത് ടൈമിലാണ്? ബ്രിട്ടൻ വുഡ് സിസ്റ്റത്തിലാണ്. അതായത് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ആദ്യം നമ്മളുടെ കറൻസിയെ ഡോളറായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ദെൻ ഡോളർ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് പോകുന്നു. ആ ഒരു കൺസെപ്റ്റാണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് റെജീമിൽ ഫോളോ ചെയ്തത്. പക്ഷേ 1971 ആയപ്പോൾ ഈ ഒരു റെജീം ഫെയിലായി. അതായത് ബ്രിട്ടൻ വുഡ് സിസ്റ്റം കൊളാപ്സ്ഡ് ആയി. ബ്രിട്ടൻ വുഡ് സിസ്റ്റം കൊളാപ്സ്ഡ് ആയതിനു ശേഷം മറ്റൊരു എക്സ്ചേഞ്ച് റെജീം വേണം, എക്സ്ചേഞ്ച് സിസ്റ്റം വേണം എന്നുള്ള തീരുമാനത്തിൻ്റെ റിസൾട്ടായിട്ടാണ് ഫ്രീലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ കോമ്പിനേഷൻ ഓഫ് ഫിക്സ്ഡ് ആൻഡ് ഫ്ലോട്ടിംഗ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാലും ബെറ്റർ ആൻസർ ഫ്രീ ഫ്ലോട്ടാണ്. എന്താണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കറൻസിയിലേക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കൺവേർട്ട് ചെയ്യാം. ഇന്റർനാഷണൽ റേറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്ന ഇന്നത്തെ സിസ്റ്റം, അതാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഫ്രീലി ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ്സ്. ദെയർ ആർ സം ഗവൺമെന്റ് കൺട്രോൾ ഉള്ളപ്പോൾ അത് ഫിക്സഡ് എന്നും പറയാം, ഫിക്സഡ് ആൻഡ് ഫ്ലോട്ടിംഗ് എന്ന് പറയാം. പക്ഷേ ഇനീഷ്യലി അതൊരു റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് ഫ്രീലി ഫ്ലോട്ടിംഗ് ആയിട്ടാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, മൂവിങ് ഓൺ. എ മൾട്ടിനാഷണൽ എന്റർപ്രൈസ് that establishes a production facility in another country is engaged in. ഒരു MNC അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി മറ്റൊരു രാജ്യത്ത് അവർ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഏത് രീതിയിലാണ് അവിടെ എൻ്റർ ചെയ്യുന്നത്? ഇസ് ഇറ്റ് ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചർ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓർ സ്ട്രാറ്റജിക് അലയൻസ്? അവരുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദേ വിൽ ഹാവ് ടു ഇൻവെസ്റ്റ്, റൈറ്റ്? ഡയറക്റ്റ്ലി അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. സോ ദാറ്റ് മീൻസ് ഇതൊരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഒരു MNC ഒരു ഫോറിൻ കൺട്രിയിൽ ഒരു പ്രൊഡക്ഷൻ ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളെയാണ് നമ്മൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ദേ ഹാവ് ഡയറക്റ്റ് കൺട്രോൾ ഓൺ ദി എൻറ്റിറ്റി. ആ സിറ്റുവേഷൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എക്സാമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഇന്റർനാഷണൽ ട്രേഡ് തിയറി ദാറ്റ് എംഫസൈസസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇക്കണോമിക്സ് ഓഫ് സ്കെയിൽ ആൻഡ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. അതായത് ഇനീഷ്യലി ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ ബേസിക് തിയറി എന്ന് പറയുന്നത് മെർക്കന്റലിസം ആണ്. മെർക്കന്റലിസം പറയുന്നത് മാക്സിമം ഗോൾഡും സിൽവറും ഒക്കെ നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ ആ രാജ്യത്തിന് അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്നുള്ളതാണ് 1600-ലൊക്കെ ഉണ്ടായിരുന്ന മെർക്കന്റലിസ്റ്റ് വ്യൂ പറയുന്നത്. പക്ഷേ ആ മെർക്കന്റലിസ്റ്റ് തിയറി അത്ര എഫിഷ്യൻറ്റ് തിയറി അല്ല. അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയാണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം അവർ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അവരെ സംബന്ധിച്ച് ഏറ്റവും അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനായിരിക്കണം. അതായത് മറ്റ് രാജ്യങ്ങളെക്കാൾ കുറഞ്ഞ ചിലവിൽ ഏത് പ്രൊഡക്റ്റ് ആണോ എന്ന് പറയുന്ന രാജ്യത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക, അതായിരിക്കണം അവർ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യുക. ഇതാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താണ്?
ഒരു രാജ്യം അവർക്ക് ഏറ്റവും കുറഞ്ഞ ചെലവിൽ എന്താണോ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക അത് പ്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം അത് അവർ എക്സ്പോർട്ട് ചെയ്യുക മറ്റു രാജ്യങ്ങളിലേക്ക്. അങ്ങനെ നേടിയെടുക്കുന്ന അഡ്വാൻറ്റേജ് തന്നെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷേ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുടെ ഏറ്റവും വലിയ ഫെയിലിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില രാജ്യങ്ങളുണ്ടാകാം, നമ്മുടെ ഇപ്പോൾ 200 കൺട്രീസ് പറയും, ഒരു പ്രൊഡക്റ്റിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇല്ലാത്ത രാജ്യങ്ങൾ എന്ത് എക്സ്പോർട്ട് ചെയ്യും, അവർ എക്സ്പോർട്ടിൽ നിന്ന് പിന്മാറി നിൽക്കണം എന്ന് പറയുന്ന രീതിയിലാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്. പക്ഷേ ആ തിയറിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു തിയറി എന്നുള്ള രീതിയിൽ എൻ്റർ ചെയ്തതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ബൈ ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോയുടെ ഈ തിയറി, ആദം സ്മിത്ത് ആണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി പറയുന്നത്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി ഡേവിഡ് റിക്കാർഡോ ആണ്. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം അത്ര അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഒന്നും വേണ്ട, നമുക്ക് റിലേറ്റീവ് അഡ്വാൻറ്റേജ് മതി. അതായത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല, ഏറ്റവും കുറഞ്ഞ ചെലവിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ മറ്റൊരു രാജ്യവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്. അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരെക്കാൾ ബെറ്റർ ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ആ രാജ്യത്തേക്ക് അയച്ചു അയക്കുക. ഇതാണ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ഓർ ഇൻ അതർ വേർഡ്സ് നമുക്ക് എക്കോണമീസ് ഓഫ് സ്കെയിൽ നേടാൻ സാധിക്കുമെങ്കിൽ, ലൈക്ക് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ദി അഡ്വാൻറ്റേജ് ദാറ്റ് വി ക്യാൻ ഗെയിൻ ബൈ പ്രൊഡ്യൂസിങ് എ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്, റൈറ്റ്? ഒരുപാട് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് നേടിയെടുക്കാവുന്ന അഡ്വാൻറ്റേജിനെയാണ് അബ്സല്യൂട്ട് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ആ ഇക്കോണമീസ് ഓഫ് സ്കെയിൽ നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ പിന്നെ വരുന്നത് വേരിയബിൾ കോസ്റ്റ് മാത്രമാണ്, ഫിക്സഡ് കോസ്റ്റ് വരുന്നില്ല, കോസ്റ്റ് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോറിൻ മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറയുന്നത് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയാണ്. സോ ദി റൈറ്റ് ആൻസർ ഈസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി. ദെൻ ഹെക്സ്റ്റർ-ഓവ്ലിൻ മോഡൽ എന്ന് പറയുന്നത് ഫാക്ടർ അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയും. ഈ തിയറീസ് എല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം, നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിലൊക്കെ കിടപ്പുണ്ട്. ഓരോ തിയറിയും എടുത്ത് വായിച്ചു നോക്കുക, എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. നൗ റൈറ്റ് ആൻസർ ഈസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. ദി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഈസ് ആൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ദാറ്റ് sets global environmental regulations, promotes free trade and regulates international trade agreements, provides financial aids to developing countries, manages international intellectual property rights. So the right answer is free trade. ഇന്റർനാഷണൽ എഗ്രിമെന്റ്സും ട്രേഡ് എഗ്രിമെന്റ്സും മോണിറ്റർ ചെയ്യുക, ഫ്രീ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ബേസിക് ഫങ്ഷൻസ്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. A risk management strategy that involves transferring risk of a foreign exchange fluctuation to another party is known as foreign rate, എക്സ്ചേഞ്ച് റേറ്റിലെ ഫ്ലക്ച്വേഷൻസ് കാരണം നമുക്ക് റിസ്ക് ഉണ്ടാകാം, എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. അത് ട്രാൻസ്ഫർ ചെയ്ത് ബെനിഫിറ്റ് നേടുന്ന ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരെന്താണ്? അതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഹെഡ്ജിങ് ഈസ് ദി റൈറ്റ് ആൻസർ. എക്സ്ചേഞ്ച് റേറ്റിലുള്ള ഫ്ലക്ച്വേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ആ റിസ്ക് നമ്മൾ മറ്റൊന്നിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു സിറ്റുവേഷനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. Now, dumping refers to the practice of, what is dumping? Dumping എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് ഗുഡ്സ് ഇൻ എ ഫോറിൻ മാർക്കറ്റ് അറ്റ് എ ലോവർ പ്രൈസ് ദാൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ദാറ്റ് ഈസ് റൈറ്റ്. നമ്മളുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള പ്രൈസിനേക്കാൾ കുറഞ്ഞ മാർക്കറ്റിൽ നമ്മൾ ഫോറിൻ മാർക്കറ്റിൽ ആ ഗുഡ്സ് കൊണ്ട് വിൽക്കുകയാണെങ്കിൽ ഡംപിംഗ് ആണ്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത്? നമ്മളുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് മാറുവാണ്, ഇവിടെ അത് വാങ്ങാൻ ആളില്ല, അല്ലെങ്കിൽ മാർക്കറ്റിൽ നേടിയെടുക്കാനും ആകാം. ഇവിടെ അത് വാങ്ങാൻ ആളില്ലെങ്കിൽ നമ്മളത് കൊണ്ട് കളയണം. അതിന് വേണ്ടി ഒരു ഫോറിൻ മാർക്കറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഡംപിംഗ് എന്ന് പറയാം. അതുമല്ലെങ്കിൽ ഫോറിൻ മാർക്കറ്റിൽ നമ്മൾ എൻ്റർ ചെയ്യണം, അവിടെയുള്ള എല്ലാ കോമ്പറ്റീഷനും ഇല്ലാതാകണം, പ്രിഡേറ്റീവ് ഡംപിംഗ് എന്ന് പറയും. പ്രിഡേറ്റീവ് എല്ലാ കോമ്പറ്റീഷനും ഇല്ലാതാക്കിയിട്ട് നമുക്ക് എൻ്റർ ചെയ്യണം. നമ്മൾ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വിൽക്കുന്നു, അത്രയും കുറഞ്ഞ പ്രൈസിൽ ആർക്കും വിൽക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ എൻറ്റിറ്റീസും പുറത്തു പോകും. അങ്ങനെയുള്ള സ്ട്രാറ്റജിയാണ് പ്രിഡേറ്റീവ് ഡംപിംഗ് എന്ന് പറയുന്നത്. സോ എനിവേ ഡംപിംഗ് കൺസെപ്റ്റ് ഇത്രയും മാത്രമേ ഉള്ളൂ. സെല്ലിംഗ് ഗുഡ്സ് ഇൻ എ ഫോറിൻ മാർക്കറ്റ് അറ്റ് എ ലോവർ പ്രൈസ് ദാൻ ഇൻ ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ളതിനേക്കാൾ കുറഞ്ഞ പ്രൈസിൽ ഫോറിൻ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ അതിനെയാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. ദെൻ ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. വാസി, എന്താണ് ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്? ആക്ച്വലി യു നീഡ് ടു റിമെമ്പർ, നമ്മൾ നേരത്തെ 1944 ബ്രിട്ടൻ വുഡ് കോൺഫറൻസിനെ പറ്റി പറഞ്ഞു. ബ്രിട്ടൻ വുഡ് കോൺഫറൻസ് പ്രകാരം 3 എൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. 3 എൻറ്റിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസൽ ഉണ്ടായിരുന്നു. IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ദെൻ വേൾഡ് ബാങ്ക്, IBRD എന്ന് പറയും, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. അതുകൂടാതെ ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഓർഗനൈസേഷൻ കൂടി ക്രിയേറ്റ് ചെയ്യാൻ പ്രപ്പോസലുണ്ടായിരുന്നു. പക്ഷേ ഡ്യൂ ടു സം പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അത് നടന്നില്ല. പകരം അന്ന് അത് നടക്കാത്തതുകൊണ്ട് ഇന്റർനാഷണൽ ട്രേഡ് നെഗോഷിയേറ്റ് ചെയ്യാനും ട്രേഡിന് വേണ്ടി ഒരു എഗ്രിമെന്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വന്നു. അതിൻ്റെ റിസൾട്ടായിട്ടാണ് 1947 26 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതിയത്. ആ എഗ്രിമെന്റിന്റെ പേരാണ് GATT, ജനറൽ എഗ്രിമെന്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്. ഈ ഒരു എഗ്രിമെന്റ് പ്രകാരമാണ് 1947 തൊട്ട് 1995 വരെ ഇന്റർനാഷണൽ ട്രേഡ് നടന്നത്. റൈറ്റ്,
അതിൻ്റെ ഒരു ബേസിക് എഗ്രിമെൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്തു. പക്ഷെ ഒരു ഓർഗനൈസേഷൻ ഇല്ല. അതൊരു മേജർ പ്രോബ്ലമായിട്ട് വന്നു. അതിൻ്റെ റിസൾട്ടായിട്ട് 1995 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ 1947 തൊട്ട് ഓൾമോസ്റ്റ് 50 ഇയേഴ്സോളം പിന്നീട് അപ്പെക്സ് ബോഡി ആയിട്ട് ആക്ട് ചെയ്തത് ഈ ഒരു എഗ്രിമെൻ്റ് മാത്രമായിരുന്നു. ഇൻ്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട ബേസിക് എഗ്രിമെൻ്റ് ആയിട്ട് നിലനിന്നത് ഈ പറയുന്ന GATT മാത്രമായിരുന്നു. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? ദി ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് വാസേ എന്ന് പറയുമ്പോൾ യൂണിറ്റ് റിമെമ്പർ GATT എന്ന് പറയുന്നത് ഇപ്പം ഇല്ല എന്നല്ല. 1995 ആയപ്പോൾ GATT WTOയുടെ ഒരു അംബ്രല്ല എഗ്രിമെൻ്റ് ആയി മാറി, ഒരു ബേസിക് എഗ്രിമെൻ്റ് ആയിട്ട് മാറി. ഇന്നുമുണ്ട് GATT. സോ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ എ ഫ്യൂ കൺട്രീസ്, മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് that aimed to reduce trade barriers, bilateral trade agreement between two countries, international organization focused on intellectual property rights. So the right answer is ഇതൊരു മൾട്ടിലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്. മൾട്ടിലാറ്ററൽ എഗ്രിമെന്റ് ബിക്കോസ് 2 രാജ്യങ്ങളല്ല, ഒരുപാട് രാജ്യങ്ങൾ. ഞാൻ അതേ പറഞ്ഞു, ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ there were I think 26 nations. 1995 ആയപ്പോൾ 120+ nations അതിൻ്റെ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബോഡി ആയിരുന്നു, ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് ഓർഗനൈസേഷൻ ദാറ്റ് എയിംസ് ടു റെഡ്യൂസ് ട്രേഡ് ബാരിയേഴ്സ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉണ്ടായിരുന്ന ഒരു മൾട്ടിലാറ്ററൽ ട്രേഡ് ഓർഗനൈസേഷൻ ആയിരുന്നു GATT. സോ നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ചില റെലവൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ കണ്ടത്. അപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് എക്സാമിനേഷനിലേക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രിപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനായി കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സോ UGC നെറ്റ് മാനേജ്മെൻറ്റ് ആസ്പിരൻസിന് ഈ ഒരു ഏരിയ എത്രമാത്രം ടഫാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു കവറേജ് കിട്ടാൻ വേണ്ടി എല്ലാ സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലെക്ചേഴ്സും റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ കംപ്ലീറ്റ് സബ്ജക്റ്റ് PDFs അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ലൈവ് ക്ലാസ്സസും റെഗുലർ ബേസിൽ എക്സാം വരെ പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ക്രാഷ് ബാച്ച് വഴി പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ ഇതുപോലുള്ള മറ്റ് ലെക്ചേഴ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരി വൺ. Bye.